ഫോട്ടോഷോപ്പ് മലയാളം ട്രെയിനിങ് ക്ലാസ്സിലോട്ട് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഈ വീഡിയോ പാർട്ടിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾക്ക് മലയാളത്തിലുള്ള കണ്ടൻറ്റൊക്കെ ഫോട്ടോഷോപ്പിൽ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ആവശ്യകത അനുസരിച്ച് നമ്മൾക്ക് ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് അവലംബിക്കാവുന്നതാണ്. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ മലയാളം നമ്മൾക്ക് എങ്ങനെയാണ് ഫോട്ടോഷോപ്പിൽ ഇൻപുട്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിനായിട്ട് ആദ്യം നമുക്ക് google.com ഗൂഗിൾ മലയാളം ടൈപ്പിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുക. അതായത് ഗൂഗിൾ മലയാളം ടൈപ്പിംഗ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ നമുക്കൊരു എഴുത്തുപകരണങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമ്മുടെ കണ്ടൻറ്റ് എന്നാന്ന് വെച്ചാൽ മലയാളത്തിൽ എൻ്റർ ചെയ്യുക. ഞാനിവിടെ ഇപ്പോൾ എങ്ങനെ ഫോട്ടോഷോപ്പിൽ മലയാളം ഇൻപുട്ട് ചെയ്യാമെന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ കണ്ടൻറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. മലയാളത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം മലയാളത്തിൽ ഇവിടെ ഇൻപുട്ട് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഇത് കോപ്പി ചെയ്യുക. കോപ്പി ആയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ നോട്ട് പാഡിൽ അത് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ വരുത്തേണ്ട മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ മാറ്റം വരുത്താവുന്നതാണ്. ഇതിനെ നേരിട്ട് നമ്മൾക്ക് ഫോട്ടോഷോപ്പിലോട്ട് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും എന്നുള്ള കാര്യം നമുക്കത് നോക്കാം. അതിനായിട്ട് ഇത് ജസ്റ്റ് കോപ്പി ഇവിടുന്ന് ഞാൻ ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ ഫോട്ടോഷോപ്പ് എടുത്തിട്ട് ജസ്റ്റ് അവിടെ പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾക്ക് അങ്ങനെ കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് പറയുന്നത്. ഈ ഫോട്ടോഷോപ്പിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഇതിനെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഫോർമാറ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഇവിടെ ഫോണ്ട് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ സൈസ് അങ്ങ് കൂട്ടി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് സൈസ് കൂട്ടി കിട്ടുന്നതാണ്. ഓക്കെ, ഇതിനെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് നമുക്ക് സെർച്ചിൽ സ്നിപ്പിംഗ് ടൂൾ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്താലൊരു ടൂള് കിട്ടും. ആ ടൂൾ എടുക്കുക, ജസ്റ്റ് ന്യൂ എന്ന് പറഞ്ഞ് കൊടുക്കുക. എന്നിട്ട് നമ്മളിതിനെ അങ്ങോട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മളിത് സേവ് ചെയ്യുക. ഡെസ്ക്ടോപ്പിലോട്ട് ഞാനിപ്പോൾ സേവ് ചെയ്യുന്നു. ഇപ്പോൾ ഞാനിത് 1 എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് ഈ സേവ് ചെയ്ത് ഇതിനെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോട്ടോഷോപ്പിലോട്ട് നമ്മൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. ഓപ്പൺ എന്ന് പറഞ്ഞ് കൊടുത്തു. ഡെസ്ക്ടോപ്പിൽ പോയി നമ്മൾക്ക് ഓപ്പൺ എന്ന് പറഞ്ഞ് കൊടുത്ത് നമ്മൾക്കിവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് നമ്മൾക്കിങ്ങനെ എൻ്റർ ചെയ്ത് സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. പക്ഷേ ഇത് അത്ര എല്ലാ സന്ദർഭങ്ങളിലും നമുക്ക് അത്ര രസകരമുള്ള കാര്യമല്ല. കാരണം ഇതിന് സ്റ്റൈൽ കുറവാണല്ലേ. അപ്പോൾ കുറച്ചുകൂടി സ്റ്റൈലിഷ് ആയിട്ട് നമ്മൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഈ നോട്ട് പാഡിലുള്ള ഈ കണ്ടൻറ്റിനെ നമ്മൾ ജസ്റ്റ് കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മുടെ പവർ പോയിൻ്റ് എടുക്കുക. പവർ പോയിൻറ്റിൽ ന്യൂ എന്ന് പറഞ്ഞ് കൊടുക്കുക. ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമുക്ക് പേജൊക്കെ ഡിസൈൻ ചെയ്യാം. പേജ് സെറ്റപ്പിൽ ഞാനിപ്പോൾ ഇവിടെ 16:10 എന്നുള്ളത് കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ ഒരു ബ്ലാങ്ക് ഇതാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇൻസേർട്ട് എന്നുള്ളൊരു സെലക്ട് ചെയ്തിട്ട് ടെക്സ്റ്റ് ഇവിടെ കൊടുക്കുന്നു. ജസ്റ്റ് Ctrl+V അടിക്കുന്നു. അപ്പോൾ ഈ കണ്ടൻറ്റ് ഇവിടെ വന്നു. ഇനി നമ്മൾക്ക് ബോൾഡായി പിടിച്ച് നിൽക്കുകയാണെങ്കിൽ ബോൾഡ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കിതിൻ്റെ കളർ വേണമെങ്കിൽ ഇവിടെ തന്നെ മാറ്റാം. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഈ കളറിൻ്റെ ഇവിടെ ഞാനിത് ഇങ്ങനെ ഡാർക്ക് ഒരു ബ്ലൂ കളർ കൊടുക്കുന്നു. ഓക്കെ, ഇനി ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കിങ്ങനെ ഇത് വലുതാക്കുകയൊക്കെ ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. അതായത് ഡിസൈൻ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ എനിക്കിഷ്ടപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് ഞാനിങ്ങനെ നോക്കുന്നു. അതായത് കണ്ടോ, ഇങ്ങനെയൊക്കെ കൊടുക്കാം. ഇങ്ങനെ നമ്മൾക്ക് ചെയ്തിട്ട് നമ്മൾക്ക് ഹോം എടുത്തിട്ട് ഇവിടെ നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? അതായത് ഇവിടെ ഞാനിപ്പോൾ അതായത് നമുക്ക് ഷേപ്പ് ഫിൽ എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും ഓരോരോ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഷേപ്പ് ഫില്ല് ഔട്ട്ലൈൻ ഫില്ല് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒത്തിരി ഓപ്ഷൻസ് കിടപ്പുണ്ട്. നമ്മൾക്കത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉചിതം പോലെ നിങ്ങളുടെ അതെല്ലാം ചെയ്യാവുന്നതാണ്. എന്നിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴയ മെക്കാനിസം തന്നെ എന്ത് ചെയ്യണം? സെർച്ച് എടുക്കുക. സ്റ്റാർട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സെർച്ച് എടുക്കുക. സെർച്ചിൻ്റെ അവിടെ വന്നിട്ട് സ്നിപ്പിംഗ് ടൂള് സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? ന്യൂ എന്ന് പറഞ്ഞു കൊടുക്കുക.
ജസ്റ്റ് ഇതിനെ കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മളിതിനെ ഫയൽ എടുക്കുക, സേവ് ആസ് എന്ന് പറഞ്ഞ് കൊടുക്കുക, ഡെസ്ക്ടോപ്പിലോട്ട് വരിക. 2 എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു പേര് കൊടുക്കണം, അത്രേ ഉള്ളൂ. സേവ് കൊടുക്കുന്നു. ഓക്കെ, ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ അവനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അതിനുവേണ്ടി ഫയൽ ഫോട്ടോഷോപ്പിൽ വന്നിട്ട് നമ്മളൊരു പുതിയ ലെയർ അങ്ങ് എടുത്തേക്കാം. പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ലെയറിലോട്ട് വന്നോളൂ. ഫയൽ എടുക്കുന്നു, ഓപ്പൺ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു, ഡെസ്ക്ടോപ്പ് എടുക്കുന്നു, ഫോട്ടോഷോപ്പ് നമ്മൾ 2 പറഞ്ഞ പേരിൽ സേവ് ചെയ്ത് അത് ഓപ്പൺ ചെയ്യുന്നു ആ ഇമേജിനെ. എന്നിട്ട് ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് നമ്മളിങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ Ctrl+T പിടിച്ച് നിൽക്കുക, കൺട്രോളും Tയും. എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുക. നമ്മൾക്ക് വേണ്ട രീതിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താൻ വെച്ചാൽ അതെല്ലാം ചെയ്യുക. എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക, വേണ്ടെങ്കിൽ ഇത് കൊടുത്തേക്കുക. എന്നിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് വേണമെങ്കിൽ നമുക്കൊരു ഒരു നിഴൽ കൊടുക്കണമെങ്കിൽ നമ്മൾ ഇവിടെ പോവുക, എന്നിട്ട് ബ്ലെൻഡിങ് ഓപ്ഷൻ എടുക്കുക, ഒരു ഡ്രോപ്പ് ഷാഡോ എന്ന് പറഞ്ഞു കൊടുക്കുക, ഒരു നിഴൽ അവിടെ വരുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇതിൽ നിഴൽ വലിയ കാര്യമായിട്ട് പ്രസക്തിയില്ല. എനിവേ, എന്നിട്ട് ഇനി ഇതിനൊരു ഔട്ടർ വരണമെങ്കിൽ, ഒരു സ്ട്രോക്ക് എഫക്റ്റ് വരണമെങ്കിൽ നമ്മൾക്കിങ്ങനെ സ്ട്രോക്കെ പിടിച്ച് നോക്കിയിട്ട് നമുക്ക് വേണ്ട കളർ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ വലിപ്പമൊക്കെ നമുക്ക് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇത് ഇങ്ങനെയൊക്കെ ആക്കാം. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഇതാണ് ഏറ്റവും എളുപ്പമുള്ളൊരു വഴി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോ പാർട്ടിൽ ഒരു ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്ത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് പഠിക്കാം.